ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തിരൂരിൽ റോഡ് ഷോയോടെ കുറുക്കുളി മൊയ്തീൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടു. താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കാളികളായി. വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തി വീണ്ടും ഒരു ജനകീയ അംഗീകാരത്തിനായി തിരൂരിൽ റോഡ് ഷോ ഒരുക്കി കുറുക്കുളി മൊയ്തീൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടു. താഴെപ്പാലത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി മാർക്കറ്റ് വഴി സെൻട്രൽ ജംഗ്ഷനിലാണ് സമാപിച്ചത്. തുടർന്ന് യോഗത്തിൽ വെട്ടം ആലിക്കോയ, അഡ്വക്കേറ്റ് കെ പത്മകുമാർ എന്നിവർ സംസാരിച്ചു. മുന്നണിയും മറച്ചുവെക്കാനില്ലാത്ത സ്ഥാനാർത്ഥിയുമാണ് തിരൂരിൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. ജനകീയ കൺവെൻഷനുകളാണ്. ഒരു വലിയ കൺവെൻഷൻ 23-ാം തീയതി സെൻട്രൽ തിയേറ്ററിന്റെ പിൻഭാഗത്തുള്ള തുറസായ സ്ഥലത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ പടിപടി ചിട്ടയായി ഓരോ പരിപാടി നടത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം തിരൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കുറിക്കോട് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം കട്ടുപിടിച്ച് ഭരിച്ച ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് താഴെയിറക്കാൻ ജനങ്ങൾ എക്കാലം കൊണ്ടുമ്പോൾ അതിനനുകൂലമായി കൊണ്ട് കുറിക്കോട് മൊയ്തീൻ സാഹിബിന്റെ വിഷയം വീണ്ടും ജയിപ്പിക്കേണ്ട കേരളത്തിൽ അനിവാര്യമാണ്. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കാളികളായി. സമ്മതിദാനാവകാശം വീണ്ടും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കഴിഞ്ഞതിന്റെ തുടർച്ചയുണ്ടാകണം. പുതിയ കുതിപ്പുകളുണ്ടാവും. UDF ഒരു ഭരണം വരാനിരിക്കുകയാണ്. ആ ഭരണം വരുമ്പോൾ ഐക്യ ജനാധിപത്യത്തിനൊരു സ്ഥാനാർത്ഥി വലിയ ജനപിന്തുണയോടുകൂടി അവിടെ എത്തേണ്ടതുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസം എനിക്ക്